കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത നേതാക്കൾക്കെതിരെ നടപടി. കെപിസിസി അംഗം ബാലകൃഷ്ണൻ പെരിയ അടക്കം 4 പേരെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. വിവരങ്ങൾ നൽകാൻ ഷഫീഖ് നസ്രുള്ള ചേരുന്നു. ഷഫീഖ്, ഈ സംഭവം അന്വേഷിക്കാൻ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. അവരുടെ കണ്ടെത്തലുകളുടെയും റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്? കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തത് വലിയ വിവാദമുണ്ടാക്കിയിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP KPCCക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 അംഗ കമ്മിറ്റിയാണ് ഇത് പരിശോധിച്ചത്. ആ പരിശോധനയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് KPCC പ്രസിഡന്റ് ഇപ്പോൾ 4 പേരെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയത്. KPCC അംഗം ബാലകൃഷ്ണൻ പെരിയ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രാജൻ പെരിയ, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് പെരിയ, രാമകൃഷ്ണൻ പെരിയ എന്നിവരെയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത്. KPCC പ്രസിഡന്റ് ഈ സംബന്ധിച്ച് പുറത്താക്കിയ രേഖ പുറത്തുവിട്ടിട്ടുണ്ട്. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകത്തിലെ പ്രതിയുമായി സൽക്കാരത്തിൽ പങ്കെടുത്തു എന്നതാണ് ഇവർക്കെതിരെ ഉള്ള ഒന്നാമത്തെ കുറ്റം. അതോടൊപ്പം ഈ സൽക്കാരത്തിന് സൗകര്യമൊരുക്കി കൊടുത്തതും KPCC അംഗം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളാണ് എന്നും ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. അതോടൊപ്പം പരസ്യമായി രക്തസാക്ഷി കുടുംബങ്ങളെ അപമാനിച്ചു എന്നും റിപ്പോർട്ട് കണ്ടെത്തിയിരുന്നു. കൂടാതെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ് ഈ വിവാദം പരിശോധിക്കണമെന്നും വിവാദത്തിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് KPCCക്ക് പരാതി നൽകിയിരുന്നത്. ആ രാജ്മോഹൻ ഉണ്ണിത്താൻ MPയെ നവമാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തി എന്നതടക്കമുള്ള കുറ്റങ്ങളാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് KPCC പ്രസിഡന്റ് 4 പേരെയും KPCC അംഗം ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള 4 പേരെ പുറത്താക്കിയതായി, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി അറിയിച്ചത്. ഇവർ കഴിഞ്ഞ മാസം 28, 29 തീയതികളിലായിരുന്നു ഇത്തരത്തിൽ കാസർഗോഡ് എത്തി രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളിൽ നിന്നും പെരിയയിലുള്ള പ്രാദേശിക പാർട്ടി പ്രവർത്തകരിൽ നിന്നും ജില്ലാ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. അവർ പൂർണ്ണമായും ഈ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത നേതാക്കൾക്കെതിരെയാണ് മൊഴി നൽകിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 4 കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിയെടുക്കണം എന്നതായിരുന്നു റിപ്പോർട്ടിലെ ശുപാർശ. ആ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ KPCC ഈ 4 പേരെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത് കൊണ്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനും ജനറൽ സെക്രട്ടറി PM നിയാസും അടങ്ങിയ 2 അംഗ കമ്മിറ്റിയായിരുന്നു ഈ വിഷയം പരിശോധിക്കുന്നതിന് KPCC നിയോഗിച്ചിരുന്നത്. ഈ 2 അംഗങ്ങൾ കാസർഗോഡ് എത്തി നടത്തിയ പരിശോധനയിലും സിറ്റിംഗിലുമാണ് ഇപ്പോൾ ഈ 4 പേരെ പുറത്താക്കുന്നതിലേക്കുള്ള നടപടി സ്വീകരിക്കുന്ന റിപ്പോർട്ട് ഇവരാണ് സമർപ്പിച്ചത്. ഷഫീഖ്, ഈ സംഭവം കാസർഗോഡ് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു ആഭ്യന്തര പ്രശ്നമായി രൂപം കൊണ്ടിരുന്നു. ഉണ്ണിത്താനൊക്കെ പരസ്യമായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പെഴുതിയിരുന്നു. രക്തസാക്ഷി കുടുംബങ്ങളെ അപമാനിച്ചു എന്നടക്കമുള്ള രൂക്ഷ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചത് ഇവരുടെ പദവികളിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഒരു നടപടിയായിരുന്നു. പൂർണ്ണമായും കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കുമ്പോൾ ഇതോടെ ഇതുമായി ബന്ധപ്പെട്ട് നിന്ന വിവാദങ്ങളും പ്രശ്നങ്ങളും എല്ലാം അവസാനിച്ചോ? പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 13ാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന്റെ ഫോട്ടോ നവമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചപ്പോഴാണ് ഇത് വലിയ വിവാദത്തിലേക്ക് എത്തിയത്. അതിനുശേഷം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇവർക്കെതിരെ കർശനമായ നടപടി ആവശ്യപ്പെട്ട് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിനെതിരെ ബാലകൃഷ്ണൻ പെരിയ രംഗത്ത് വന്നതോടുകൂടിയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ വലിയ വിവാദം ഉണ്ടാക്കിയത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MPയും അതോടൊപ്പം പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ മണികണ്ഠന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചാണ് ബാലകൃഷ്ണൻ പെരിയ ഇതിനെ പ്രതിരോധിച്ചിരുന്നത്. ബാലകൃഷ്ണൻ പെരിയ രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്ക് അടക്കം ഇത്തരത്തിൽ പ്രതികളുമായി ബന്ധമുണ്ട് എന്ന ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണം ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇത് വലിയ വിവാദമുണ്ടാവുകയും KPCC അന്വേഷിക്കാൻ വേണ്ടി 2 പേരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് എത്തിയ ഈ പ്രത്യേക സമിതി നടത്തിയ സിറ്റിംഗിലും ഈ ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള KPCC അംഗം ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള 4 പേർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രവർത്തകരും. ഷഫീഖ്, ഇപ്പോൾ ഈ പുറത്താക്കപ്പെട്ട നേതാക്കളുടെ പ്രതികരണം വന്നിട്ടുണ്ടോ? ഒപ്പം തന്നെ ഈ നേതൃത്വത്തിന്റെ നടപടിയോട് മറ്റ് നേതാക്കളുടെ നിലപാട് എന്താണ്? അതിനെ അനുകൂലിച്ച് തന്നെയാണോ എല്ലാവരും നിൽക്കുന്നത്? തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഇത്തരത്തിൽ ഒരു പരിശോധന KPCC നടത്തിയിരുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഇവിടെ
തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുൻപാണ് പരിശോധന ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം റിപ്പോർട്ട് നൽകാം എന്നതായിരുന്നു ഈ രണ്ടംഗ കമ്മീഷൻ എടുത്ത നിലപാട്. ഇതിൽ വലിയ ഭൂരിപക്ഷത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിക്കുകയും കാസർഗോഡ് കോൺഗ്രസിൽ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താന് വലിയ മേധാവിത്വം ലഭിക്കുകയും ചെയ്തതിനു ശേഷമുള്ള ഒരു റിപ്പോർട്ടാണ് ലഭിച്ചത്. അങ്ങനെ ഏകപക്ഷീയമായി രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിക്ക് വാക്കുകളാണ് ഈ കമ്മീഷൻ സ്വീകരിച്ചത് എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ് എന്നൊരു ആക്ഷേപം ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാലകൃഷ്ണൻ പെരിയ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ പരസ്യമായി രംഗത്ത് വന്നപ്പോൾ തന്നെ താൻ പാർട്ടിയിൽ നിന്ന് പോകും, രാജ്മോഹൻ ഉണ്ണിത്താന് വേണ്ടി പാർട്ടിയിൽ നിന്ന് തന്നെ വിട്ടുപോകും എന്ന സ്വഭാവത്തിലുള്ള പ്രചാരണം നടത്തിയിരുന്നു. പിന്നീടാണ് KPCCയും അടക്കമുള്ള ഉന്നത നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഇതിൽ പരസ്യമായ പ്രതികരണം ഒഴിവാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. പിന്നീട് ഈ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. അന്വേഷണ കമ്മീഷൻ കാസർഗോഡ് എത്തിയതിനു ശേഷം ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിന് ശേഷമാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് KPCCക്ക് നൽകിയിരുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് ഈ 4 പേർക്കെതിരെയും നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇവരെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം DCCയിലുണ്ട്. തീർച്ചയായും ഇത് വലിയ രൂപത്തിലുള്ള ഒരു ചർച്ചയാവുമെങ്കിലും വലിയ ഭൂരിപക്ഷത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ്ടും കാസർഗോഡ് നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയും കോൺഗ്രസിൽ വലിയ സ്വാധീനമുണ്ടാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പരസ്യമായി ഇതിനെതിരെ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതിന് സാധ്യതയും വളരെ കുറവാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഒറ്റയ്ക്ക് നിന്ന് പൊരുതി നേടിയെടുത്ത ഒരു വിജയം എന്ന സ്വഭാവത്തിലുള്ള പ്രചാരണത്തിനാവും സാധ്യത. അതോടൊപ്പം ഈ കല്യോട്ടെ പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതികളോട് ആ ഭാഗത്തുള്ള കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ വൈകാരികമായി കൊണ്ടു നടക്കുന്ന ഒരു വിഷയമാണ് പെരിയ ഇരട്ടക്കൊല. അതിലെ രക്തസാക്ഷികളെ അപമാനിച്ചു, രക്തസാക്ഷി കുടുംബങ്ങളെ അപമാനിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ കുറ്റം ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 4 പേർക്ക് വേണ്ടിയും സംസാരിക്കാൻ കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തയ്യാറാവും എന്ന് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയും. ശരി, എന്താണെങ്കിലും കാത്തിരിക്കാം. പെരിയ ഇരട്ട കൊലപാതകത്തിൽ പ്രതിയായിട്ടുള്ളയാളുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ബാലകൃഷ്ണൻ പെരിയ അടക്കമുള്ള 4 നേതാക്കളെ പുറത്താക്കിയിരിക്കുകയാണ്. KPCC നിയോഗിച്ച അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് ഷെഫീഖ് നസ്രുള്ള നൽകിയത്.